അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ്. എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് ഇന്ന് അച്ഛന്റെ കൂടെ ഇരുന്നത്. എന്താ ഇങ്ങനെ? എന്റെ അമ്മ ഇവിടെ ഐസിയുലുണ്ട്, ക്രിട്ടിക്കലാ. ഉറക്കത്തിൽ എണീറ്റ ഉടനെ തന്നെ ഞാൻ പോയി, കാരണം അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റുള്ളൂ. എന്തോ കുഴപ്പമുണ്ടല്ലോ. അന്ന് ഉടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി. ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത്. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. തിന്നാ തൂറ എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആവാൻ. നീ എന്താണ് ഇങ്ങനെയൊക്കെ? 2 മണി 3 മണിയായപ്പോ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. കൊടലല്ലേ വയറ്റിയിരിക്കുന്ന? ഒന്നും കൂടി ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ഡോക്ടർ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെയ്യാൻ പറഞ്ഞു. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. രാത്രി അച്ഛന്റെ ഫുഡ് വന്നപ്പോ ഞാനും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചു. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. അച്ഛന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചുകൂടാ, കാരണം ഡയബറ്റീസ് ഉണ്ട്. ഇതൂടെ കേട്ട് കണ്ട നെത്തോലി സ്രാവിനെ പോലെ വിഴുങ്ങുന്നത്. ഇതൊക്കെ എങ്ങോട്ട് പോന്നോ? പോകുന്ന മുന്നേ ഇതായിരുന്നു എന്റെ കോലം. അപ്പത്തിലുള്ള തത്ത വട്ടാണല്ലേ? അതെ. അയ്യോ, എങ്ങനെ മനസ്സിലായി? കണ്ടാറിയില്ലേ ഊരിലെ പഞ്ഞം?